ക്രിറ്റിസിസം ആൻഡ് തിയറിയിലെ സെക്കൻഡ് മോഡ്യൂളായ ഇന്ത്യൻ എസ്തെറ്റിക്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചാണ്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് വെച്ചാൽ ആർട്ട്, ബ്യൂട്ടി, ടേസ്റ്റ്, ക്രിയേഷൻ, പിന്നെ നമ്മൾ ബ്യൂട്ടി എങ്ങനെ പെർസീവ് ചെയ്യുന്നു, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബ്രാഞ്ച് ഓഫ് ഫിലോസഫി പോകുന്നത്. ഇനി ഇതിലൂടെ ഫിലോസഫേഴ്സ് കണ്ടുപിടിക്കാൻ നോക്കുന്നത് സോൾ ഓഫ് പോയിട്രി എന്താ, ഡെഫിനിഷൻ ഓഫ് പോയിട്രി എന്താ, ഇതൊക്കെ കണ്ടുപിടിക്കാനാണ് ഫിലോസഫേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റേൺ എസ്തെറ്റിക്സിനേക്കാളും മുന്നേ വന്നതാണ് ഇന്ത്യൻ എസ്തെറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ഇനി എസ്തെറ്റിക്സ് എന്നാൽ ഒരു ഗ്രീക്ക് വേർഡാണ്. അതിനർത്ഥം സെൻസ് പെർസെപ്ഷൻ എന്നാണ്. സോ എനിത്തിങ് ദാറ്റ് ഈസ് ഗിവൺ ടു സെൻസിന് നമുക്ക് എസ്തെറ്റിക്സ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ ഒരു എസ്തെറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കോൺസെപ്റ്റ്സാണ് രസ, ധ്വനി, അലങ്കാര. ഇതിനെ നമുക്ക് സാഹിത്യശാസ്ത്ര, അലങ്കാരശാസ്ത്ര, കാവ്യശാസ്ത്ര എന്നും വിളിക്കാൻ പറ്റും. ഇന്ത്യൻ എസ്തെറ്റിക്സിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് എന്നാൽ പോയിട്രി ആണ് ഇതിൽ കൂടുതലായിട്ടും വരുന്നത്. അതിലൂടെ ഡെഫിനിഷൻ ഓഫ് പോയിട്രി, ക്ലാസിഫിക്കേഷൻ ഓഫ് പോം, സ്റ്റൈൽ, സൗണ്ട്, സെൻസ്, പോയറ്റിക് മെറിറ്റ്സ് എന്തൊക്കെയാണ്, പോയറ്റിക് ഫ്ലോസ് എന്തൊക്കെയാണ്, രസാസ്, ഇമോഷൻ, ഡ്രമാറ്റിക് കോമ്പോസിഷൻസിനെയൊക്കെ കുറിച്ചിട്ടാണ് നമ്മൾ കൂടുതലും ഇന്ത്യൻ എസ്തെറ്റിക്സിൽ പറയുന്ന ടോപ്പിക്സ്. ഇനി അതിനെയൊക്കെ കൂടുതൽ പഠിക്കാനായിട്ട് ഫിലോസഫേഴ്സ് കുറച്ച് തിയറീസ് ഫോർമലായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഓരോ തിയറീസിനെയും നമുക്ക് സ്കൂളായിട്ട് പറയാം. അങ്ങനെ ടോട്ടൽ 8 സ്കൂൾസ് ഉണ്ട്. 8 സ്കൂൾസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ രസ സ്കൂൾ, അലങ്കാര സ്കൂൾ, ഗുണ സ്കൂൾ, ഋതി സ്കൂൾ, ധ്വനി സ്കൂൾ, വക്രോത്തി സ്കൂൾ, അനുമിതി സ്കൂൾ ആൻഡ് ഔചിത്യ സ്കൂൾ. ഇത്രയാണ് 8 സ്കൂൾസ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് രസ സ്കൂൾ, അലങ്കാര സ്കൂൾ ആൻഡ് ധ്വനി സ്കൂൾ. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കൂൾസ്. ഈ 8 ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ 3 സ്കൂൾസാണ്. ഇത്രയാണ് ഇന്ത്യൻ എസ്തെറ്റിക്സിൻ്റെ ഒരു ബേസിക് ഇൻട്രഡക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മൾ ഓരോ സ്കൂൾസിനെ കുറിച്ചും കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ആദ്യം ഭരതമുനിയെക്കുറിച്ചിട്ടാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് ഭരതമുനിയെക്കുറിച്ച് നോക്കാം. ഭരതമുനി ഒരു എസ്തെറ്റീഷ്യനാണ്. അപ്പോൾ ഇന്ത്യൻ എസ്തെറ്റിക്സ് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം പറയേണ്ട റൈറ്ററാണ് ഭരതമുനി എന്നാൽ. അപ്പോൾ ഭരതമുനി ദ സ്കൂൾ ഓഫ് രസയെക്കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്സ്റ്റാണ് നാട്യശാസ്ത്ര. അപ്പോൾ നാട്യശാസ്ത്ര അതിൻ്റെ ആ ഒരു ഫൗണ്ടർ അല്ലെങ്കിൽ സ്കൂൾ ഓഫ് രസയുടെ ഫൗണ്ടർ ആരാന്ന് ചോദിച്ചാൽ ഭരതമുനി ആണ്. അപ്പോൾ ഇതിലൂടെ ലിറ്ററേച്ചർ, ഡ്രാമ, ഡാൻസിനെയൊക്കെ കുറിച്ചിട്ടാണ് ഈ നാട്യശാസ്ത്രയിൽ പറയുന്നത്. അപ്പോൾ എസ്തെറ്റിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് എഴുതുന്ന പേഴ്സണാണ് ഭരതമുനി എന്നാൽ. അപ്പോൾ നാട്യശാസ്ത്ര എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് അവൈലബിൾ ലിറ്റററി ക്രിറ്റിസിസം ടെക്സ്റ്റാണ് നമുക്ക് പറയാം. അപ്പോൾ അതിൽ എൻ്റയർ സ്റ്റോറി എഴുതിയിരിക്കുന്നത് മ്യൂസിക്കിൻ്റെയും ഡാൻസിൻ്റെയും ടേംസിലാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ആർട്ടിസ്റ്റിന് മാത്രം അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും എന്ന്. പക്ഷേ അങ്ങനെയല്ല, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ക്ലാസിക്കൽ ഫോമിലാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് മാത്രം. പിന്നെ അതിൽ ലോർഡ് ഇന്ദ്രയെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ലോർഡ് ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്ന ഇന്ദ്രദേവനെയൊക്കെ കുറിച്ചിട്ട് നാട്യശാസ്ത്രയിൽ പറയുന്നുണ്ട്. ഇത് 2nd സെഞ്ച്വറി BC എഴുതപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. പിന്നെ അപ്പോൾ ഡ്രാമയൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ഇത് വന്നു എന്ന് പറയാനും പറ്റും. മെയിനായിട്ട് ഇതിൽ ഡീൽ ചെയ്യുന്നത് ഡ്രാമറ്റോളജി, ഡീൽസ് വിത്ത് ഡ്രാമയാണ്. പിന്നെ ഇതിൽ രസാനുഭൂതിയെക്കുറിച്ച്, നമ്മൾ ആ ഒരു സെൻറ്റിമെൻറ്റ്സിനെയൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നു എന്നതിനെയൊക്കെ കുറിച്ചിട്ട് ഈ നാട്യശാസ്ത്രയിൽ പറയുന്നുണ്ട്. ഇനി അടുത്ത് പറയുന്നത് സ്കൂൾ ഓഫ് രസ അല്ലെങ്കിൽ രസ തിയറി. അപ്പോൾ രസ എന്ന വേർഡ് ആദ്യമായി യൂസ് ചെയ്യുന്നത് ഭരതയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്കൂൾ ഓഫ് രസ ഫൗണ്ട് ചെയ്തത് ഭരതമുനിയാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സ്കൂളിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത ടെക്സ്റ്റാണ് നാട്യശാസ്ത്ര. അപ്പോൾ ആ ഒരു വേർഡ് രസ എന്ന വേർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഭരതയാണ്. അപ്പോൾ ഭരതയുടെ എയിം എന്ന് പറഞ്ഞാൽ ട്രൂ ബ്യൂട്ടിയെക്കുറിച്ച് സെർച്ച് ചെയ്ത് നടന്ന ഒരാളാണ് ഭരത. അങ്ങനെയാണ് അവിടെ രസ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. രസ എന്ന് പറഞ്ഞാൽ എന്താ, എസൻസ് ഓഫ് ലൈഫ് എന്നാണ് അതിനർത്ഥം. രസ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ കൈൻഡ് ഓഫ് ജ്യൂസ് അല്ലെങ്കിൽ എസൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ മൊത്തത്തിലുള്ളൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ രസയാണ്.
7th സെഞ്ച്വറിയിലുള്ള 2 ഫിലോസഫേഴ്സ് ഭാമയും ദണ്ഡിനും ഈ രസ തിയറി റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ 9th സെഞ്ച്വറിയിലുള്ള ആനന്ദവർദ്ധനൻ എന്ന് പറയുന്ന ഫിലോസഫർ അയാളൊരു കാശ്മീരി എസ്തറ്റീഷ്യനാണ്. അയാൾ ഈ ഭരതൻ്റെ രസാ തിയറി അല്ലെങ്കിൽ നാട്യശാസ്ത്രമൊക്കെ സപ്പോർട്ട് ചെയ്ത് വന്ന ഒരാളാണ് ആനന്ദവർദ്ധനൻ. ആനന്ദവർദ്ധനനാണ് ധ്വനി തിയറിയെ റിസർച്ച് ചെയ്ത് കൊണ്ടുവരുന്ന ആൾ. അപ്പോൾ ഈ രസാ തിയറിയുടെ ഇതിൽ അല്ലെങ്കിൽ ഭരതമുനിയുടെ ബേസിസിൽ ഒരു 8 സെൻറ്റിമെൻറ്റ്സ് ഓഫ് രസയുണ്ട്, 8 എണ്ണം. 9ാമത്തെ ഒരെണ്ണം ശാന്തം എന്ന് പറയുന്ന രസം കണ്ടുപിടിക്കുന്നത് ആനന്ദവർദ്ധനനാണ്. അപ്പോൾ 8 സെൻറ്റിമെൻറ്റ്സ് ഓഫ് രസാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അത് ഈ ഭരതമുനി കൊണ്ടുവന്നാണ് 8 എണ്ണം. 9ാമത്തത് പിന്നീട് ആഡ് ചെയ്തതാണ് ആനന്ദവർദ്ധനൻ. ശൃംഗാരം, ഹാസ്യം, രൗദ്രം, കരുണം, ഭീവത്സം, ഭയാനകം, വീര്യം, അദ്ഭുതം, ശാന്തം. ഇതാണ് 9 സെൻറ്റിമെൻറ്റ്സ് ഓഫ് രസ എന്ന് പറഞ്ഞത്. ശൃംഗാരം റെപ്രസെൻ്റ് ചെയ്യുന്ന ലവാണ്. അവിടുത്തെ ദൈവം വിഷ്ണു ഭഗവാൻ, കളർ ഗ്രീനാണ്. ഹാസ്യം ലാഫ്റ്റർ അല്ലെങ്കിൽ കോമഡി, ഗോഡ് ഗണേശ, കളർ വൈറ്റ് ആണ്. രൗദ്രം ആങ്കറിനെ കാണിക്കുന്നു, ഗോഡ് രുദ്ര, കളർ റെഡ്. കരുണം എന്ന് പറഞ്ഞാൽ കമ്പാഷൻ അല്ലെങ്കിൽ ട്രാജഡിയെ കാണിക്കുന്നു, ഗൈറ്റി എന്ന് പറഞ്ഞാൽ യാമദേവൻ, കളർ ഡോവിൻ്റെ കളർ. ഭീവത്സം ഡിസ്ഗസ്റ്റിനെ കാണിക്കുന്നു, ഗോഡ് ശിവ, കളർ ബ്ലൂ. ഭയാനകം ഹൊററാണ്, ഗോഡ് കാലൻ, കളർ ബ്ലാക്ക്. വീര്യം ഹീറോയിക് മൂഡിനെ കാണിക്കാൻ ഗോഡ് ഇന്ദ്ര, കളർ വൈറ്റിഷ് ബ്രൗൺ ആണ്. അദ്ഭുതം വണ്ടറാണ്, ഗോഡ് ബ്രഹ്മ, കളർ യെല്ലോ. ദെൻ 9th ശാന്തം പീസിനെ കാണിക്കാൻ ഗോഡ് വിഷ്ണു, കളർ വൈറ്റ്. അപ്പോൾ അത് കൊണ്ടുവന്നതാണ് ആനന്ദവർദ്ധനൻ. ഇതാണ് 9 സെൻറ്റിമെൻറ്റ്സ് ഓഫ് രസ. ഇനി രസസിദ്ധാന്തവും കൊണ്ടുവരുന്ന ഭരതമുനി തന്നെയാണ്. 5th സെഞ്ച്വറിയിലാണ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അക്കോർഡിംഗ് ടു ഫിലോസഫി എന്ന് പറഞ്ഞാൽ 4 പ്രൈമറി കൈൻഡ്സ് ഓഫ് ആക്ടിംഗ് ഉണ്ട്. 4 കൈൻഡ്സ് ഓഫ് ആക്ടിംഗ്: ആംഗിക, വാചിക, ആഹാര്യ, സാത്വിക. ഇതാണ് 4 പ്രൈമറി കൈൻഡ്സ് ഓഫ് ആക്ടിംഗ് അക്കോർഡിംഗ് ടു രസസിദ്ധാന്തം. ഇനി ഭരതമുനിയുടെ ഒരു 8 പ്രൈമറി സ്ഥായി ഭാവാസ് ഉണ്ട്. ശാന്ത, രതി, ഹാസ്യ, ശോക, ക്രോധ, ഉത്സാഹ, ഭയ, വിസ്മയ. ഇതാണ് 8 പ്രൈമറി സ്ഥായി ഭാവാസ് അക്കോർഡിംഗ് ടു ഭരതമുനി. അപ്പോൾ ഇതാണ് ഇന്ത്യൻ എസ്തറ്റിക്സിൻ്റെ ഇൻട്രൊഡക്ഷൻ. ഭരതമുനിയെക്കുറിച്ചിട്ട് ഭരതമുനി കൊണ്ടുവന്ന ഭരതമുനി ഇൻട്രൊഡ്യൂസ് ചെയ്ത നാട്യശാസ്ത്ര അതിനെക്കുറിച്ചും അതിൽ 8 സെൻറ്റിമെൻറ്റ്സ്, 8 പ്രൈമറി സ്ഥായി ഭാവാസ് അക്കോർഡിംഗ് ടു ഭരതമുനി. ബാക്കി സ്കൂൾസിനെ കുറിച്ചിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.